Hi dears. എല്ലാവരും ഈ ഒരു സോഷ്യൽ സയൻസിൽ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് കണ്ടിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സർ ആ ഫീൽഡ് എക്സാം പോലെ ആയിരിക്കുമോ, ക്രിസ്മസ് എക്സാമിന് വന്ന ചോദ്യം പേപ്പർ പോലെ ആയിരിക്കും, മോഡലായിരിക്കും ഉണ്ടാവുക, അല്ലെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, ഈ ഓർ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എവിടെ കാണുക, എങ്ങനെയപ്പോൾ അത് എഴുതേണ്ടത്, അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി തരാനുള്ളൊരു വീഡിയോ ആണ്. എങ്ങനെയാണ് സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് വരിക, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, അതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ മോഡൽ ഇതേപോലെ ഒരു മാറ്റമില്ലാതെ അതേപോലെ തന്നെയാണ് ചോദ്യ പേപ്പർ ഉണ്ടാവുക. ചോദ്യങ്ങളല്ല, ചോദ്യ പേപ്പർ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പല ആൾക്കാരും ചോദിക്കും, സാർ നമ്മുടെ ഓൺ എക്സാമിനും അതുപോലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ആൻസർ എനി 4, ആൻസർ എനി 9, ആൻസർ എനി 10 എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ? അതിനൊക്കെയുള്ള ഉത്തരമാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം, മാത്രമല്ല ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, ഷെയർ ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണം, കാരണം എല്ലാവർക്കും ഉപകാരത്തിൽ കൊള്ളട്ടടാ. ഓക്കെ, അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യുന്നത് 2023 ചോദ്യ പേപ്പർ വെച്ചിട്ടാണ്. അപ്പം നോക്ക്, ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ മേലെ ഉണ്ടാവും. അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്നറിയാം, ഇവിടെ ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ലിസൺ, ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ പാർട്ട് എ. എന്താ സംഭവം മനസ്സിലായോ? അതായത് ലിസൺ, പാർട്ട് എയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും ആൻസർ ചെയ്യണമെന്ന് അവിടെ പറയുന്നത് പാർട്ട് എയിലുള്ള. ഓക്കെ, അപ്പം അതുപോലെ പാർട്ട് ബിയിലുള്ളത് എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ എനി വൺ ഫ്രം ദ ക്വസ്റ്റ്യൻസ് ഗിവൺ അണ്ടർ ഈച്ച് ക്വസ്റ്റ്യൻ നമ്പർ പാർട്ട് ബി. ഞാൻ മനസ്സിലാക്കി തരാം എന്താ സംഭവം. അപ്പോൾ പാർട്ട് എ ഉണ്ട്, കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും കാണാൻ പറ്റും, പാർട്ട് ബിയും കാണാൻ പറ്റും. ഇവിടെ പാർട്ട് ബിയും ഉണ്ട്. അപ്പോൾ പാർട്ട് എയിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ഒന്നാമത്തെ ചോദ്യമൊക്കെ, രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, 4, അതുപോലെ 5 ചോദ്യങ്ങൾ വൺ വേർഡ് ആണ്. 5 ചോദ്യം വൺ മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. ഈ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരങ്ങൾ എഴുതണം, നിർബന്ധമായിട്ട് എഴുതണം. ആൻസർ എനി എന്നൊരു സംഭവം ഇല്ല. ഈ 6 എഴുതണം, 7 എഴുതണം, 8, 9, 10, 11, 12, 13, 14, 15. ഈ 15 ചോദ്യങ്ങൾക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ഉത്തരം എഴുതണം. അതിലെന്തില്ല? ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് അല്ല, ഓപ്ഷനിലല്ല. ഈ 15-ൽ 14 എഴുതുക, 15-ൽ 10 എഴുതുക. അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല, മാർക്ക് കണ്ടുപോകും. അപ്പോൾ ലിസൺ, എല്ലാ ചോദ്യങ്ങൾക്കും പാർട്ട് എയിൽ നിന്ന് ഉത്തരം എഴുതണം. ഈ പാർട്ട് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പൾസറി ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാ കമ്പൾസറി ചാപ്റ്റേഴ്സ് എന്ന് അറിയാലോ, പറഞ്ഞു തന്നിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ നിന്ന് SS1 എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, SS1. ഈ SS1 നിന്ന് എത്ര കമ്പൾസറി ചാപ്റ്റേഴ്സ് ഉണ്ട്? SS1 നിന്ന് നമുക്ക് അറിയാവുന്ന പോലെ എത്ര കമ്പൾസറി ഉണ്ടായിരിക്കും? അതായത് 11 എണ്ണത്തിൽ നിന്ന് 6 എണ്ണം ഒഴിവാക്കി കഴിഞ്ഞാൽ 5 കമ്പൾസറി ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. SS2 4 കമ്പൾസറി ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ടോട്ടൽ 9 ചാപ്റ്റേഴ്സ്. ഓക്കെ, 9 ചാപ്റ്റേഴ്സ്. ഓക്കെ, 5+4 5+4 9 ചാപ്റ്റേഴ്സ്. ഈ 5 എണ്ണം ഏതാണെന്ന് അറിയില്ലേ? ആ ഒരു 6 ഓപ്ഷനിൽ വന്നു, അതിൽ 3 എണ്ണം എടുത്തു, അപ്പോൾ 6 എണ്ണം അതിൽ ഒഴിവായി, ബാക്കി 5. ആ 5-ൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ ഉണ്ടാവുക. അപ്പോൾ SS2 കേസിലാണെങ്കിൽ നമ്മുടെ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, പൊതുചെലവും പൊതുധനകാര്യവും, അതുപോലെ ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ആ 2 പാഠങ്ങളും അവസാനത്തെ ഉപഭോക്താവിൻ്റെ പാഠവും. ആ ഒരു 4 ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളാവും. അതുപോലെ ഹിസ്റ്ററിയിൽ നിന്നുള്ള 5 ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ ഉണ്ടാവുക. അപ്പോൾ അത് മൊത്തം 40 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. ഇനി പാർട്ട് ബിയിൽ എങ്ങനെയാണ് ചോദ്യം വരിക? പാർട്ട് ബിയിൽ നോക്ക്, ഈ 16ാമത് ചോദ്യം നോക്ക്. ഫോർ എക്സാമ്പിൾ നോക്കും, ലിസൺ, വിച്ച് ലോഞ്ചിറ്റ്യൂഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? എസ്റ്റിമേറ്റ് ദ സ്റ്റാൻഡേർഡ് ടൈം വെൻ ഇറ്റ് 12 midnight അറ്റ് ഗ്രീൻവിച്ച്. ഒരു ടൈം കാൽക്കുലേഷൻ്റെ ചോദ്യമാണ്, 3 മാർക്കിന്റെ ചോദ്യമാണ്. അതിന്റെ അടിയിൽ നോക്ക്, അതിന്റെ അടിയിൽ ഈ ഓർന്നിട്ടിട്ട് നിങ്ങൾ റൈറ്റ് എ നോട്ട് ഓൺ വെസ്റ്റേർലീസ്, പശ്ചിമവാദങ്ങളെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നെങ്കിൽ ഈ ഒരു ആദ്യത്തെ ചോദ്യം എഴുതണം, അല്ലെങ്കിൽ ഈ ഓറിൽ രണ്ടാമത്തെ എഴുതണം. ഇവിടെയാണ് ഓർ ക്വസ്റ്റ്യൻ ഉള്ളത്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ള അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വരുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ റയോട്ട്വാരി ആൻഡ് മഹൽവാരി. റയോട്ട്വാരി അതുപോലെ മഹൽവാരി രണ്ടും കൂടി ഡിസ്റ്റിംഗ്വിഷ്. അടുത്ത എന്താ? ലിസ്റ്റ് ഔട്ട് 3 അച്ചീവ്മെന്റ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് ആൻഡ് റിസർച്ച്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. ആ ഭാഗത്തു നിന്നുള്ള ഓർ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഠിക്കുന്ന ചാപ്റ്റർ പക്ക പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ട് മുഴുവൻ പഠിച്ചിരിക്കണം. 15 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ 15ഉം ഒരു വള്ളി പുള്ളി വിടാതെ പഠിക്കണം. എന്നാലേ 15ൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ബാക്കി 6 ചാപ്റ്റർ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കാൻ കംപ്ലീറ്റ് ഒഴിവാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ചോദ്യപേപ്പറിന്റെ രീതി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇനിയുള്ള എല്ലാ ചോദ്യങ്ങളും നോക്കി നിങ്ങൾ ഇടയിൽ ഓറുണ്ടായിരിക്കും. ഈ 19 നോക്കി നിങ്ങൾ നോക്കും. ലിസ്റ്റ് ഓഫ് ദ മെയിൻ എയിംസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം, അതിന് ഓറായിട്ട് മെൻഷൻ ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. അപ്പോൾ ഇത് ലിസൺ, വിദ്യാഭ്യാസം എങ്ങനെയാണ് രാജ്യപുരോഗതിയിലേക്ക് നയിക്കുന്നത്. ഇത് 9ാമത്തെ ചാപ്റ്ററിലുള്ള ചോദ്യമുണ്ട്, 3ാമത്തെ ചാപ്റ്ററിലുള്ള ചോദ്യമുണ്ട്. ഓർ ചോദ്യമാണ്, ഓറാണ്. അപ്പോൾ നമ്മുടെ ഓർ ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻ വരുമ്പം, ഓറെന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ചോദ്യം നമ്മൾ എടുത്ത ചാപ്റ്ററിൽ നിന്നുണ്ടാവും, ഒരു ചോദ്യം എടുക്കാത്ത ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കും. നമ്മൾ എടുക്കാത്ത ഓപ്റ്റ് ചെയ്യാത്ത ചാപ്റ്ററിൽ നിന്നുണ്ടാവും. അല്ല, നമ്മൾ എടുത്ത ചാപ്റ്റർ എന്നുള്ളത് എഴുതണം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് ചോദ്യപേപ്പറിന്റെ ഘടന വരുന്നത്. എസ്സേ ചോദ്യം വരെ ഓറാന്നുള്ള കാര്യം മനസ്സിലാക്കണം കേട്ടോ. എസ്സേ ഇതാണ് ലാസ്റ്റ്, ഇതാണ് എസ്സേ വരുന്നത്. ഈ എസ്സേ വരെ ഓറാണ്. നോക്കി നിങ്ങൾ, കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്പ്രിംഗ് സീസൺ ആൻഡ് ഓട്ടം സീസൺ. 5 മാർക്കിന്റെ ചോദ്യമാണ്. വസന്തകാലം ഹേമന്തകാലത്തിന്റെ പ്രത്യേകതകൾ താരതമ്യം ചെയ്യാം. അതിനിടയിൽ ഓറിട്ട് എഴുതി നോക്കി നിങ്ങൾ. എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ഫോർമേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തെ കുറിച്ചിട്ട് എഴുതാൻ. ആഹാ, അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എഴുതി കൊടുക്കണം. ഏതെങ്കിലും ഓർ ചോദ്യമാണ്. എസ്സേ വരെ ഓർ ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യത്തിന്റെ ഘടന, ചോദ്യപേപ്പറിന്റെ ഘടന എന്ന് പറയുന്നത്. അടിയിൽ നോക്കി നിങ്ങൾ, റോൾ ഓഫ് ഇത് ചൈനീസ് റവല്യൂഷനെ കുറിച്ച ചോദ്യം. അടിയിലേതാ, ഫസ്റ്റ് വേൾഡ് വാറിന്റെ കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്. 1ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. മേലെ ചൈനീസ് വിപ്ലവം. ഓർ ചോദ്യമാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് എഴുതണം. ഓക്കെ, ലിസൺ, ആദ്യം മനസ്സിലാക്കുക, 24ലും 25ലും ഏതെങ്കിലും ഒന്നല്ല. 24ൽ 2 എണ്ണം തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതണം. 25 നമ്മൾ എഴുതേണ്ടതാണ്. 25ൽ 2 എണ്ണം തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതണം. ഇങ്ങനെയാണ് പാറ്റേൺ. ഇങ്ങനെയാണ്. ഇതിലും എത്രയാ, 16 മുതൽ 25 വരെ ഉണ്ട്. അതിലും എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യണം. 16 മുതൽ 25 വരെ ഉള്ളത്. പക്ഷേ 16ൽ തന്നെ 2 എണ്ണം ഉണ്ടാവും, അതിലൊന്ന് എഴുതിയാൽ മതി. 17ലും 2 എണ്ണം ഉണ്ടാവും, അതിലൊന്ന് എഴുതിയാൽ മതി. 18ലും 2 എണ്ണം ഉണ്ടാവും, അതിലൊന്ന് എഴുതിയാൽ മതി. ഈ ഒരു പാറ്റേണിലാണ് എന്ത് പോകുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കാം, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഫസൽ സാർ ഇപ്പോൾ പോകുന്നു. ബാക്കി കൺസേൺസ്, നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുക, താഴെ നിങ്ങളൊന്ന് പറയുക. ഓക്കെ, ടാറ്റാ, ബൈ, സി യു.